ഹായ് ഗായ്സ്, അപ്പോൾ പറഞ്ഞു വെച്ച പോലെ ഒഴിവാക്കാൻ പറ്റാത്ത ചോദ്യം ഉണ്ടോ? പരീക്ഷയ്ക്ക് എല്ലാ തവണയും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് തവണ ആവർത്തിച്ചുള്ള ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. നമ്മുടെ എഡ്യൂബോർഡിന്റെ +2 കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. കാരണം എന്താ പറയുക, പരീക്ഷ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഒഴിവാക്കാനാവാത്ത ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിസ്മസിന് എന്തെങ്കിലും സമ്മാനമൊക്കെ ഞാൻ തരണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തരാനുള്ള സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. എന്താണ് ആ ചോദ്യം നോക്കിക്കോട്ടോ. സാധാരണ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നോക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സംഗതി നിങ്ങൾക്കും കത്തിയിട്ടുണ്ടാവും അല്ലെ. RBI നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ, മാക്രോ എക്കണോമിക്സിലെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നതിലെ 3rd ചാപ്റ്റർ. ഓക്കെ, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ. അതിൽ നിന്നുള്ള ചോദ്യമാണ് ഈ RBI. ഇവിടെ പറയുന്ന കാര്യത്തിലുള്ളൂ, RBI യൂസസ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ അവർ കൺട്രി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് പഠിച്ചിട്ടുണ്ടാവും. സ്കൂളിലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മേഖലയിൽ ഈ 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതിൽ ഏതെങ്കിലും 2 ക്വാളിറ്റേറ്റീവ് ടൂൾസുകളും അതേപോലെ തന്നെ 3 ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിന്റെ ഓപ്പറേഷൻസും. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറയാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താ അറിയോ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പണം, ഓക്കെ, നമ്മുടെ കയ്യിലുള്ള പണം, അതിന് നമ്മൾ പണം എന്ന് പറയുന്നത് അല്ലേ, മണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്കോണമിയിലുള്ള പണത്തിന് നമ്മൾ മണി സപ്ലൈ എന്ന് പറയുന്നത്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ചിലപ്പോൾ മണി സപ്ലൈ കൂടും, ചിലപ്പോൾ മണി സപ്ലൈ കുറയും. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ RBI കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഈ 2 ടൂളുകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എപ്പോഴും ചോദ്യം വരേണ്ട പരീക്ഷയ്ക്ക്, മിക്കവാറും പരീക്ഷയ്ക്ക് ചോദ്യം വരാറുള്ളത് ഇതൊരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, essay ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും വരുന്ന ചോദ്യമാണ് ഈ പറഞ്ഞ ചോദ്യം. ഇതില്ലാതെ പൊതുവെ എന്ത് ചെയ്യാറില്ല, ചോദ്യപേപ്പർ അവസാനിക്കാറില്ല. അപ്പോൾ ചോദ്യപേപ്പറിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ മലയാളം കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമായിട്ടുള്ള ടേമുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷും മലയാളം ചേർത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് സിമ്പിളായിട്ട് ആദ്യം അറിയേണ്ട കാര്യം, ഈ പറഞ്ഞ ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടി RBI യൂസ് ചെയ്യുന്ന പല മെത്തേഡുകളുണ്ട് അല്ലേ. ആ പല മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും അവസാനം നിങ്ങൾ പഠിച്ചേക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, കംപ്ലീറ്റ് ചെയ്യുന്നത് RBI കേട്ടോ. സെൻട്രൽ ബാങ്ക് അല്ല, ഗവൺമെന്റിന് റോളില്ല, RBI ആണ് എല്ലാം ചെയ്യുന്നതില്ല കാര്യം ഓർത്ത് വെക്കുക. ഇനി അതിൻ്റെ കൂടെ അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. RBI 2 തരം മെത്തേഡുകളാണ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകളും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡുകളും. ഈ 2 മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ പറയാറുണ്ട്, അതിന് റിസർവ് റേഷ്യോകളായിട്ട് 2 വരുന്നുണ്ട്. ഒന്ന് ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ CRR എന്ന് പറയും. 2 സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ SLR എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് സെയിൽസ് ആൻഡ് പർച്ചേസ് ആണ്. ഓക്കെ, സെയിൽസ് ആൻഡ് പർച്ചേസ് ആണ് വരുന്നത്, ആൻഡ് പർച്ചേസ്. ഓക്കെ, അപ്പോൾ സെയിൽസും പർച്ചേസാണ് വരുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ. നമുക്ക് പറയാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം, കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് വൺ പോളിസി റേറ്റ്സ് ആണ്. അതിൽ വരുന്ന ഓരോന്നാണ്. 1 ബാങ്ക് റേറ്റ്, 2 റിപ്പോ റേറ്റ്, 3 റിവേഴ്സ് റിപ്പോ റേറ്റ്, 4 മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അപ്പോൾ ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീപർച്ചേസിങ് എഗ്രിമെന്റ് ഉള്ളതാണ്. ഓക്കെ, റീപർച്ചേസിങ് എഗ്രിമെന്റ് ഉള്ളതാണ് റിപ്പോ റേറ്റ്. ബാങ്ക് റേറ്റിന് അങ്ങനെ ഒരു എഗ്രിമെന്റ് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി. അടുത്തത് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ വരുന്നത് നോക്കിക്കോളൂ. ഒന്ന് ക്രെഡിറ്റ് റേഷനിങ്. ഓക്കെ, നമ്മുടെ ക്രെഡിറ്റ് റേഷൻ ചെയ്യുന്ന സംഭവമുണ്ട്. അതുപോലെ മാർജിൻ റിക്വയർമെന്റ്സ്, കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ വരുന്നുണ്ട്, മോറൽ സുവേഷൻ വരുന്നുണ്ട്, ഡയറക്റ്റ് ആക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന് നിങ്ങളൊരു 4 പഠിച്ചാൽ മതി. ഈ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ ഒരു 4 പഠിച്ചാൽ മതി. ആ 4 അതുപോലെ ഇവിടെ ഒരു 6. മൊത്തം എത്ര വരുന്നത്, നമുക്ക് മൊത്തം 10 പഠിച്ചേക്കണം. ഇതിൽ MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, അഥവാ നമ്മൾ MSF എന്ന് പറയാറുണ്ട്. പൊതുവെ അങ്ങനെ നിങ്ങൾ പഠിച്ചേക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ഒരു 3 മൊത്തം നമുക്കൊരു 6, 4, 10. അതായത് ക്വാണ്ടിറ്റേറ്റീവിന് നമ്മളൊരു 6 പഠിച്ചു വെക്കുന്നു, അതേപോലെ ക്വാളിറ്റേറ്റീവിന് നമ്മളൊരു 4 പഠിച്ചു വെക്കുന്നു. അങ്ങനെ 10 നമ്മൾ പഠിച്ചു വെക്കുന്നു. പരീക്ഷയ്ക്ക് 8 മാർക്ക് നമ്മൾ അടിച്ചെടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ക്വസ്റ്റ്യൻ ചാർട്ട് ചെയ്യട്ടാ. അപ്പോൾ നോക്കിക്കോളൂ, ഈ മെത്തേഡ്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാണ്. നോക്കണേ, RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ, RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കോട്ടോ, RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സംഭവിക്കുന്നത് 2 സിറ്റുവേഷനിലാണ്. 2 സിറ്റുവേഷനിലാണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാറുള്ളത്. എപ്പോഴൊക്കെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക, ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ വരുമ്പോൾ, അഥവാ പണപ്പെരുപ്പം ഉണ്ടാവുമ്പോൾ. പണപ്പെരുപ്പം നമ്മുടെ എക്കോണമിയിൽ മണി സപ്ലൈ കൂടുന്ന സിറ്റുവേഷൻ. 2 ഡീഫ്ലേഷൻ, മണി സപ്ലൈ കുറയാണ്. എക്കോണമിയിൽ പണപ്പെരുപ്പമല്ല പണച്ചുരുക്കം ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ ഈ 2 സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് 2 രീതിയിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഏതാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ് വരുന്നത് അല്ലേ. ഒന്ന് നമുക്ക് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് ഒന്നാമതായിട്ട് വരുന്നത്. രണ്ടാമത് നമുക്ക് വരുന്നത് ഏതാണ്, ക്വാളിറ്റേറ്റീവ് ആണ്. ഏതാണ് വരുന്നത്, ക്വാളിറ്റേറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ തരാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് നന്നായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കണ്ടന്റ്സുകളായിരിക്കും. അപ്പോൾ നോക്കിക്കുക, ക്വാണ്ടിറ്റേറ്റീവിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം CRR പഠിക്കുന്നു,
പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ SLR നമ്മൾ പഠിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്ക് റേറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു. നാലാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റിപ്പോ റേറ്റ് പഠിക്കാൻ പോകുന്നു. അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു. ആറാമത് അവസാനമായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പഠിക്കാൻ പോകുന്നു. ഇങ്ങനെ 6 നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് പഠിക്കുന്നു. ഇനി ക്വാളിറ്റേറ്റീവ് നമ്മൾ പഠിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് മാർജിൻ റിക്വയർമെൻറ്റ്സ് പഠിക്കുന്നു. എന്താണ് മാർജിൻ റിക്വയർമെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. മാർജിൻ റിക്വയർമെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പഠിക്കുന്ന മറ്റൊന്നാണ് മാർജിൻ റിക്വയർമെൻറ്റ് പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന അടുത്തൊന്നാണ് ഈ പറയുന്ന രണ്ടാമതായിട്ട് വരുന്നത് ക്രെഡിറ്റ് റേഷനിങ്. ഓക്കെ, ക്രെഡിറ്റ് റേഷനിങ്. ഓക്കെ, റേഷനിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലേ റേഷൻ സംവിധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേ സംഭവം തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മോറൽ സുവേഷൻ. ഓക്കെ, മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മൊറാലിറ്റി ഒക്കെ വെച്ചിട്ട് അവരോട് പറയാണ്, അവരോട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യമൊക്കെ. ഓക്കെ, മോറൽ സുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നാലാമതായിട്ട് നമ്മൾ പഠിക്കുന്നതിന് ഡയറക്റ്റ് ആക്ഷൻ. പറഞ്ഞാൽ കേൾക്കാത്തവരെന്ത് ചെയ്യും, നമ്മൾ വടിയെടുത്ത് അനുസരിപ്പിക്കാറുണ്ട് അല്ലേ. അതേപോലെ RBI ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഡയറക്റ്റ് ആക്ഷൻ. അപ്പോൾ ഈ പറയുന്ന മെത്തേഡുകളാണ് നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോളൂ. 2 മെത്തേഡിലാണ്, ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും വരുമ്പോഴേ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾ എഴുതണം. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിയാൽ മതി പരീക്ഷയ്ക്ക് വെച്ചാൽ ഇങ്ങനെ എഴുതിയാൽ പോരാ, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞൊരു ഫ്ലോ ചാർട്ട് കൂടി നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാം. ഓക്കെ ആയിരിക്കും. അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് മനസ്സിലായിരിക്കും നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നോക്കുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ് വിച്ച് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാസ് ടു കീപ് ആസ് എ റിസർവ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് വിത്ത് RBI. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി സിമ്പിളായിട്ട് പറയുന്നത്, ഒരു വാണിജ്യ ബാങ്ക് RBI പണത്തിന്റെ രൂപത്തിൽ കരുതൽ ശേഖരമായി സൂക്ഷിക്കേണ്ട മൊത്തം നിക്ഷേപങ്ങളുടെ ശതമാനമാണ് CRR. സംഗതി ഒന്നും മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെന്ന് വിചാരിക്കും. ഓക്കെ, അയാളുടെ പേര് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, രാജൻ എന്ന് കൊടുക്കുന്നു. എന്താണ് പേര്, രാജൻ. ഓക്കെ, രാജൻ എന്ന് കൊടുക്കുന്നു. അയാൾ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ പോകുന്നു. എവിടെ പോകുന്നു, ബാങ്കിൽ പോകുന്നു. ഇത് ബാങ്കാണെന്ന് വിചാരിക്കുക കേട്ടോ, ബാങ്കാണെന്ന് വിചാരിക്കുക. ബാങ്കിനല്ല 4 പില്ലർ ഉണ്ടാവുക. യെസ്, ചിത്രത്തിന് വലിയ പ്രാധാന്യമില്ല കേട്ടോ, ചിത്രത്തിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ചിത്രത്തിൻ്റെ ഭംഗി നോക്കി നിൽക്കണ്ട. നമ്മുടെ ബാങ്കിൽ പോകുന്നു. ഇയാൾ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ പോകുന്നു. അയാൾ ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എത്ര ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാൾ 100 രൂപ എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 100 രൂപ അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 100 രൂപ അയാൾ ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ എത്ര രൂപ കിട്ടും, ബാങ്കിന് കിട്ടുന്നത് 100 രൂപയാണ്. ബാങ്കിന് കിട്ടുന്നത് 100 രൂപയാണ് അല്ലേ. ബാങ്ക് 2 പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം എന്താ, ഒന്നാമത്തെ പ്രവർത്തനം അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ധർമ്മങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ഓക്കെ, നമ്മുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. രണ്ടാമത്തെ ധർമ്മം എന്താ, ലെൻഡിങ് മണി എന്ന് വെച്ചാൽ എന്താണ്, പണം വായ്പ നൽകുന്നു. പണം വായ്പ നൽകുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഇവിടെ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു, ബാങ്ക് സ്വീകരിച്ചു, 100 രൂപ സ്വീകരിച്ചു അല്ലെ. ഇനി അടുത്ത എന്താണ്, ബാങ്കിന് അടുത്ത ഫംഗ്ഷൻ ലെൻഡിങ് മണി. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം തന്നെ, ബാങ്ക് ഈ 100 രൂപ എന്ത് ചെയ്യും, ഈ പറയുന്ന 100 രൂപ ബാങ്ക് ലോണായിട്ട് കൊടുക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലെ. അത് തെറ്റാണ്. അത് തെറ്റാണ്. കാരണം ബാങ്കിന് അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. കിട്ടുന്ന പണം അതുപോലെ കൊടുക്കാനാണ്. പിന്നെ ബാങ്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അതായത് ഇവിടെ ആവശ്യക്കാരന് നേരെ കൊണ്ടേ കൊടുത്താൽ പോരെ. അപ്പോൾ ബാങ്ക് ഇങ്ങനെയല്ല ചെയ്യാറുള്ളത്. ബാങ്ക് പകരം ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ബാങ്ക് അതിൽ നിന്നും ഒരു റേറ്റ് കുറക്കും. അങ്ങനെ കുറക്കുന്ന റേറ്റാണ് CRR. എന്താണ് പറയാ, CRR എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ക്യാഷ് റിസർവ് റേഷ്യോ ആ പേര് തന്നെ ഉണ്ട് അല്ലേ. പണം എന്ത് ചെയ്യുന്നു, റിസർവ് ആയിട്ട് വെക്കുന്നു. റിസർവ് പറഞ്ഞാൽ കരുതൽ ശേഖരമായിട്ട് മാറ്റിവെക്കുന്നത് അല്ലേ. എന്താ മാറ്റിവെക്കുന്നത്, ക്യാഷ് ആണ് മാറ്റിവെക്കുന്നത്. അതിൻ്റെ ഒരു റേറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിലവിലെ ക്യാഷ് റിസർവ് റേഷ്യോ 6.5%. 6.5% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ 100 രൂപ ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യണം, അതിൽ എന്ത് ചെയ്യണം, ക്യാഷ് റിസർവ് റേഷ്യോൻ്റെ ഭാഗമായിട്ട് ബാങ്ക് അതിൽ നിന്നും 6.5 രൂപ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. 5 രൂപ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. ഇതെന്താണ്, ക്യാഷ് റിസർവ് റേഷ്യോയിട്ട് മാറ്റി വെക്കാനുള്ളതാണ്. എവിടെ മാറ്റി വെക്കണ്ടേ, RBIയിലേക്ക് മാറ്റി വെക്കേണ്ട കാര്യം. അതാ പറഞ്ഞത്, ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ് വിച്ച് ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാസ് ടു കീപ് ആസ് റിസർവ്. എന്തായിട്ട് റിസർവ് ആയിട്ട് എന്ത് ചെയ്യണം, ബാങ്ക് മാറ്റി വെക്കണം, റിസർവ് ആയിട്ട് മാറ്റി വെക്കണം. ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. എങ്ങനെ മാറ്റി വെക്കണം, ക്യാഷ് ആയിട്ട് തന്നെ മാറ്റി വെക്കണം. എവിടെ മാറ്റി വെക്കണ്ടേ, വിത്ത് ദി RBIയുടെ അടുത്താണ് ഇത് മാറ്റി വെക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, CRR ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ RBIയുടെ അടുത്താണ് ഇത് മാറ്റി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ RBIയുടെ അടുത്ത് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ
എമൗണ്ട് ആയിട്ട് ഒരു 100 രൂപ ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ 6.5 രൂപ നമ്മൾ എന്ത് ചെയ്യണം, റിസർവ് ആക്കി മാറ്റി വെക്കണം. അങ്ങനെ എന്ത് ചെയ്യുന്നു, ബാങ്ക് നേരെ ബാക്കിയുള്ള തുക എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള തുകയാണ് ബാങ്ക് ലോൺ ആയിട്ട് കൊടുക്കുന്നത്. അത് എത്ര കൊടുക്കുന്നത്, 93.5 രൂപയാണ് ലോണായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ലോണായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത്, ഓക്കെ, ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന CRR കൂടുതലായിരിക്കും. ഇൻഫ്ലേഷൻ്റെ സമയത്ത് CRR എന്തായിരിക്കും, കൂടുതലായിരിക്കും. CRR കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ കുറയും. അപ്പോൾ ഡീഫ്ലേഷൻ്റെ സമയത്ത് എന്തായിരിക്കും, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡീഫ്ലേഷൻ്റെ സമയത്ത് എന്തായിരിക്കും, CRR കുറവായിരിക്കും എന്നെന്ത് ചെയ്യുക, പഠിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ CRR കുറവായിരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഡീഫ്ലേഷൻ കുറയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റാണ് രണ്ടാമതായിട്ട് വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് SLR എന്ന് പറയാറുണ്ട് അല്ലേ. സാധാരണ നമ്മളിത് ക്യാമറയുടെ പേരെ കേട്ടുള്ളൂ, പക്ഷേ SLR എന്ന് പറഞ്ഞാൽ ക്യാമറയല്ല, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞ് അതിനെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരാണ് SLR എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒബ്ലിഗേറ്ററി റിസർവ് ടു ബി കെപ്റ്റ്. ഓക്കെ, ഒബ്ലിഗേറ്ററി എന്താണ്, നിർബന്ധമായിട്ടും വെക്കേണ്ട റിസർവ് ആണല്ലേ. എവിടെ ഇത് നിർബന്ധമായിട്ട് നമ്മൾ വെക്കേണ്ടത് എവിടെയാണ്, ബൈ ദ ബാങ്ക്സ്, ബാങ്കുകൾ തന്നെയാണ് വെക്കേണ്ടത്. ആസ് പ്രിസ്ക്രൈബ്ഡ് സെക്യൂരിറ്റീസ്, എങ്ങനെയാണ്, സെക്യൂരിറ്റികളായിട്ട് വെക്കണം. ബേസ്ഡ് ഓൺ എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് 100 രൂപ കൊണ്ടുവന്നു അല്ലേ, ബാങ്ക് അതിന് CRR പിടിക്കും, ബാക്കിയുള്ള എമൗണ്ട് തുകയായിട്ട് ഫുള്ള് ലോൺ കൊടുക്കുമോ, ഇല്ല. അപ്പോഴും ബാങ്കിന് എന്തെങ്കിലും റിസർവ് ആയിട്ട് കുറച്ച് എമൗണ്ട് മാറ്റിക്കണം അല്ലേ. അപ്പോൾ ആ സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് മാറ്റിയേക്കേണ്ടത്, അവർ ഇൻ ഫോം ഓഫ് ക്യാഷ് അല്ല, ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സെക്യൂരിറ്റികൾ, നമ്മളതിനെ പൊതുവെ നമ്മളതിനെ വിളിക്കാറുള്ള പേര് ബോണ്ട് എന്നാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റികളെ വിളിക്കാറുള്ള പേര് ബോണ്ടുകൾ എന്നാണ്. അപ്പോൾ ബോണ്ടുകളായിട്ടോ അല്ലെങ്കിൽ ഗോൾഡുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് അസറ്റ്സ്, അതാണ് പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അല്ലേ. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണമാക്കാൻ പറ്റുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്താ പറയുക, ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന ഗോൾഡിനെ പെട്ടെന്ന് പണമാക്കാൻ പറ്റും, ഗവൺമെൻറ് ബോണ്ടുകളെ പറ്റും, ക്യാഷ് പിന്നെ പെട്ടെന്ന് തന്നെ പണമാക്കി മാറ്റാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ലിക്വിഡ് അസറ്റ്സ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്താ പറയുക SLR എന്ന് പറയുന്നത്. അപ്പോൾ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ വരച്ച് കാണിച്ചിട്ട് നോക്കിക്കോട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരാൾ നമ്മൾ നേരത്തെ പറഞ്ഞ രാജനുണ്ടല്ലോ, രാജൻ നേരെ ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്ത്, 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 100 രൂപയാണ് അല്ലേ. ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 100 രൂപയാണ്. ഇവിടെ നമ്മുടെ ബാങ്ക് ഉണ്ട്. ബാങ്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ബാങ്കിന് 2 പ്രവർത്തനങ്ങളുള്ളത്. അതൊന്നും ഞാൻ പറയുന്നില്ല. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, SLR പിടിക്കും. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ SLRൻ്റെ റേറ്റ് 18% എന്ന് വെച്ചാൽ എത്രയാണ്, SLR 18% പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക, 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 - 18, അതായത് ബാക്കി എത്ര രൂപ ഉണ്ടാവും, 82 രൂപ അല്ലേ. 82 രൂപ ഉണ്ടാവും. ഈ 82 രൂപ ലോൺ കൊടുക്കാൻ ബാങ്കിന് ഉണ്ടാവുള്ളൂ. ആർക്ക്, ഈ 82 രൂപയാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ലോണായിട്ട് കൊടുക്കുന്നത്. എന്താണ് ലോണായിട്ട് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ്, ലോണായിട്ട് കൊടുക്കുന്നത് 82 രൂപയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 82 രൂപ തന്നെ കൊടുക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്ന് പറയുമ്പം ഒരു ബാങ്ക് എപ്പോഴും ലോൺ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലോൺ ചെയ്യുന്നത് എന്തൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ്, ഡെപ്പോസിറ്റ് കിട്ടിയെന്ന്. ഓക്കെ, നമുക്ക് കിട്ടിയത് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 കാര്യങ്ങൾ കുറക്കും. ഏതൊക്കെയാണ്, CRRും കുറക്കും പ്ലസ് SLRും അതിൽ നിന്ന് കുറക്കും. ഇത് രണ്ടും കുറച്ചതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് വന്നു. 100 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബാങ്ക്, അതിന് ചെയ്യുന്നത് ഈ പറഞ്ഞ 100 എന്ത് ചെയ്യും, 100 മൈനസ് നമ്മൾ നേരത്തെ പറഞ്ഞ 6.5 രൂപയും കുറക്കും. പിന്നെ എത്രയും കൂടി കുറക്കും, ഈ പറഞ്ഞ 18 രൂപയും കൂടി കുറക്കും. അപ്പം മൊത്തം 23.5 രൂപ കുറച്ചിട്ട് ബാക്കി എത്ര ഉണ്ടാവുക, ബാക്കി 23.5 രൂപ കുറക്കുക എന്ന് പറയുമ്പോൾ എത്ര വരും, ബാക്കി 76.5 രൂപയാണ് ബാങ്കിന് എന്തുണ്ടാവുക, ലോൺ കൊടുക്കാനുണ്ടാവുക. അപ്പോൾ ബാങ്ക് ലോൺ കൊടുക്കുന്ന യഥാർത്ഥത്തിൽ എത്ര രൂപ കൊടുക്കുന്നത്, 76.5 രൂപ. ഇത്രയും കാര്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊന്നും അറിഞ്ഞു വെക്കട്ടോ. ഇതാണ് SLRും CRRും ചെയ്യുന്ന പ്രവർത്തനമുള്ളത്, പഠിച്ചു വെക്കുക. അപ്പോൾ SLRും CRRും നമ്മൾ അതിനെ പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു, റിസർവ് റേഷ്യോസ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ റിസർവ് റേഷ്യോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അതേപോലെ ബാങ്ക് റേറ്റ്സ് കുറച്ച് റേറ്റുകൾ പഠിക്കാനുള്ളത് വളരെ സിമ്പിളാണ്, നോക്കിക്കൊള്ളൂടാ. അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം പഠിക്കാനുള്ള ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ
ഒരു ബാങ്ക് റിസർവ് ബാങ്കിന്റെ കയ്യിൽ പോയിട്ട് എന്ത് ചെയ്യും, ലോൺ വാങ്ങും. ആ സമയത്ത് റിസർവ് ബാങ്ക് ചുമത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റിനാണ് എന്താ പറയുക, ബാങ്ക് റേറ്റ് എന്ന് പറയാം. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്താണ്, അവിടെ ഒരു ആവശ്യമില്ല, എന്തിന്റെ കൊളാട്രൽസ് എന്തെങ്കിലും നമ്മൾ എന്താ ഈട് വെക്കേണ്ട കാര്യമില്ല, സെക്യൂരിറ്റികളുടെ കാര്യമില്ല, എഗ്രിമെന്റിന് ഒന്നും ആവശ്യമില്ല. നോ നീഡ് ഓഫ്, ഓക്കെ, നോ നീഡ് ഓഫ് എനി എഗ്രിമെന്റ്സ്. ഓക്കെ, അതായത് പെട്ടെന്ന് ബാങ്കിന് ആവശ്യം വരികയാണ്, പണത്തിന് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ബാങ്ക് അല്ലെ, നമ്മുടെ ബാങ്ക് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്, ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ആരാണ്, റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് അല്ലെ. ആർ ബി ഐന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് നേരെ പോയിട്ട് ലോൺ വാങ്ങും. ആർ ബി ഐയോട് എന്ത് ചെയ്യും, റിക്വസ്റ്റ് കൊടുക്കും. എന്തിന്റെ റിക്വസ്റ്റ് കൊടുക്കുന്നത്, ലോണിനുള്ള റിക്വസ്റ്റ് കൊടുക്കും. ആർ ബി ഐ പകരം എന്ത് ചെയ്യും, ലോൺ കൊടുക്കും അല്ലെ. ആ സമയത്ത് ചുമത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റിനാണ് എന്താ പറയാ, ബാങ്ക് റേറ്റ് എന്ന് പറയാം. എന്താ പറയാ, ബാങ്ക് റേറ്റ് എന്ന് പറയാം. ബാങ്ക് റേറ്റും നിലവിൽ എത്രയാണ്, 6.5 ആണുള്ളത്. അപ്പോൾ ബാങ്ക് റേറ്റ് നിലവിൽ 6.5 നമ്മൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ റേറ്റും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് 6.5 ഇപ്പം എന്ത് ചെയ്യുന്നത്, ബാങ്ക് ആർ ബി ഐക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ലോൺ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർ ബി ഐയുടെ കയ്യിൽ നിന്നും ബാങ്കിനുള്ള ലോൺ, എവിടുന്നാണ് ലോൺ പറഞ്ഞത്, ആർ ബി ഐ ആണ് ലോൺ കൊടുക്കുന്നത് അല്ലേ. ആർ ബി ഐ എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുന്നു. ആർ ബി ഐ ആർക്കാണ് ലോൺ കൊടുക്കുന്നത്, ബാങ്കുകൾക്കാണ് കൊടുക്കുന്നത്. ബാങ്കുകൾക്കാണ് കൊടുക്കുന്നത്. അതിന്റെ പ്രത്യേകത ഉണ്ട്, അവിടെ എന്തുണ്ടാവില്ല, നോ സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റികളൊന്നും ഇല്ലാത്ത ലോണുകളാണ്. നോ സെക്യൂരിറ്റി, പെട്ടെന്ന് സെക്യൂരിറ്റികളൊന്നും ആർ ബി ഐ ചോദിച്ചു വാങ്ങില്ല. പകരം ലോൺ ആവശ്യപ്പെട്ടാൽ ലോൺ നേരെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ പറഞ്ഞ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെയാണ് റിപ്പോ റേറ്റ്. നോക്കണേ, റിപ്പോ റേറ്റും ഇതന്നെ സംഗതി. ബാങ്കിന് ലോൺ കൊടുക്കും, ആർ ബി ഐ ബാങ്കിന് ലോൺ കൊടുക്കും. ആ സമയത്ത് വാങ്ങുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകത, ഇവിടെ നോ സെക്യൂരിറ്റീസ് ആണെങ്കിൽ റിപ്പോ റേറ്റിൽ എന്ത് വേണം, സെക്യൂരിറ്റീസ് വേണം. അതായത് റീപർച്ചേസ് എഗ്രിമെന്റ് എന്നാണ് ശരിക്കും എന്ത്, റിപ്പോ എന്ന് പറഞ്ഞതിന്റെ ചുരുക്കരൂപം. ഓക്കെ, അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞതാണ് റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്, റീപർച്ചേസ് എഗ്രിമെന്റ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. റേറ്റ് അറ്റ് വിച്ച് ആർ ബി ഐ എന്താണ്, ആർ ബി ഐ കടം കൊടുക്കുന്നത്, ലെൻഡറിനെ കടം കൊടുക്കല്ലേ ടു കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന ആർ ബി ഐ ആണ് സെക്യൂരിറ്റികൾ തിരിച്ചു വാങ്ങും എന്നൊരു എഗ്രിമെന്റോട് കൂടിയിട്ട്. അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് വരച്ചു തരാം. നോക്കണേ, നമ്മുടെ ആർ ബി ഐ എന്ത് ചെയ്യുന്നു, ബാങ്കുകൾക്ക് എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുന്നു. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നു. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കും, സെക്യൂരിറ്റികൾ വാങ്ങുന്നുണ്ടാവും. ഓക്കെ, വിത്ത് സെക്യൂരിറ്റീസ്. അപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റി വാങ്ങിയിട്ടാണ് ആർ ബി ഐ എന്ത് ചെയ്യുന്നത്, ലോൺ കൊടുക്കുന്നത്. ഇതൊക്കെ ഷോർട്ട് ടൈം ആട്ടോ, കുറഞ്ഞ കാലയളവിലേക്ക് കൊടുക്കുന്നത്, ഷോർട്ട് ടൈമിലേക്ക് കൊടുക്കുന്നത്. ലോൺ കൊടുക്കും. ആ ലോൺ കൊടുക്കുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും, പകരമായിട്ട് കുറച്ച് സെക്യൂരിറ്റികൾ കൊടുക്കും. ഇനി എന്ത് ചെയ്യും, ബാങ്ക് പറയും ഞങ്ങൾ ഈ സെക്യൂരിറ്റികൾ തിരിച്ച് വാങ്ങിക്കോളാം, റീപർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കുകൾ ഈ ലോൺ എടുക്കുന്നത് അല്ലെ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് ബാങ്കിന് കിട്ടുന്ന ലോണിന്റെ അതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്, ഈ പറഞ്ഞ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. പൊതുവെ റിപ്പോ റേറ്റും അതേപോലെ ബാങ്ക് റേറ്റും മാറി പോകാറുണ്ട്. അതിന്റെ കാരണം ഇതിന്റെ ബേസിക് അറിയാത്തതുകൊണ്ടാണ്. വിത്ത് സെക്യൂരിറ്റീസ് ആണെങ്കിൽ റിപ്പോ റേറ്റ്, വിത്തൗട്ട് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അല്ലെങ്കിൽ നോ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ബാങ്ക് റേറ്റ്. അത്രയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പഠിച്ചേക്കട്ടോ. ഇനി അടുത്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് അഥവാ RRR എന്ന് പറയില്ലേ. നമ്മുടെ രാംചരന്റെ പടം RRR അല്ല ഇവിടെ. ഇതെന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് നമ്മൾ ചുരുക്കി എഴുതാറില്ല. പൊതുവെ എങ്ങനെയാണ്, RRR എന്നാണ് എഴുതാറില്ല കേട്ടോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കാര്യമാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ പഠിച്ചെന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന റിസർവ് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ലോൺ കൊടുക്കുന്നില്ല പറഞ്ഞത്, ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ചില സമയങ്ങളിൽ റിസർവ് ബാങ്കിന് പൈസയുടെ ഷോർട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ബാങ്കുകളുടെ കയ്യിൽ നിന്നും ലോൺ വാങ്ങും. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങും, ബാങ്കുകളുടെ കയ്യിൽ നിന്നും ലോൺ വാങ്ങാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റിന്റെ റിവേഴ്സ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോ റേറ്റ് ഉണ്ടല്ലോ, അതിന്റെ റിവേഴ്സ് ആണ് എന്ത്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ എന്ത് വേണം, ഇവിടെ നമ്മൾ എന്ത് വെക്കാറുണ്ട്, സെക്യൂരിറ്റികൾ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാറുണ്ട്, സെക്യൂരിറ്റികൾ വെക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബാങ്കുകൾ ആർ ബി ഐക്ക് ലോൺ കൊടുക്കുമ്പോഴുള്ള ആർ ബി ഐക്ക് ലോൺ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് റേറ്റിനാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർ ബി ഐ ആരുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങുന്നു, ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങുന്നു. എന്തിന്റെ ഭാഗമായിട്ട്, വിത്ത് സെക്യൂരിറ്റികൾ എന്തെങ്കിലും കൊടുത്തിട്ടാണ് ആർ ബി ഐ വാങ്ങുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞ റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇനി ബാങ്കുകൾക്ക് ആർ ബി ഐ അങ്ങോട്ട് ലോൺ കൊടുക്കുകയാണെങ്കിൽ, സെക്യൂരിറ്റികൾ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതിനാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് വ്യത്യാസം പഠിച്ചു വെക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് വരുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് പഠിക്കാറുള്ളത്, അല്ലെങ്കിൽ OMO എന്ന് പറയാറുണ്ട്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പ, ആളുകളുടെ കയ്യിലൊക്കെ ഒരുപാട് പൈസ ഉണ്ട്, മണി സപ്ലൈ കൂടുതലാണ്. എന്ത് കൂടുതലാണ്, മണി സപ്ലൈ കൂടുതലായിരിക്കും. ആ സിറ്റുവേഷനിൽ എന്ത് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റികൾ എല്ലാം കച്ചവടം ചെയ്യുന്നത് ആർ ബി ഐ ആണ്, റിസർവ് ബാങ്ക് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ടുകൾ എന്നാണ് പറയാം. ഓക്കെ, ബോണ്ടുകൾ എന്നാണ് പറയാം. ഈ ബോണ്ടുകൾ എന്ത് ചെയ്യും, സെല്ല് ചെയ്യും.
എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ബോണ്ട് നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, അയാൾ പകരമായിട്ട് നമുക്ക് പണം തരും അല്ലേ. അപ്പം എന്ത് ചെയ്യും, അയാളുടെ കയ്യിലെ പണം കുറയും, അയാൾക്കൊരു ബോണ്ട് കിട്ടും. അത്രയാണ് സംഭവിക്കുന്നത്. ഇതുപോലെ എന്ത് ചെയ്യും, ഗവൺമെന്റ് പബ്ലിക്കിന് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ബോണ്ടുകൾ, ഓക്കെ, ഗവൺമെന്റിന്റെ ബോണ്ടുകൾ റിസർവ് ബാങ്ക് വഴി എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. അപ്പോൾ റിസർവ് ബാങ്ക് സെല്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആളുകളുടെ കയ്യിൽ പണം കൂടുതലായിരുന്നു, മണി സപ്ലൈ കൂടുതലായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലെ പണം എന്ത് ചെയ്യും, എക്സസ് മണി സപ്ലൈ ആയിരുന്നു, അതെന്ത് ചെയ്യും, കുറയും. അതായത് മണി സപ്ലൈ എന്ത് ചെയ്യും, കുറയും എന്നർത്ഥം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ഇത്രേ ഉള്ളൂ. എന്താണ്, RBI ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്, സെക്യൂരിറ്റികൾ സെല്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡീഫ്ലേഷൻ കുറക്കാൻ എന്താ ചെയ്യുക, ഈ സെക്യൂരിറ്റികൾ സെല്ല് ചെയ്യുന്നില്ല, പകരം ജനങ്ങളുടെ കയ്യിലുള്ള സെക്യൂരിറ്റികൾ എന്ത് ചെയ്യും, വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ സെക്യൂരിറ്റികൾ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റികൾ ജനങ്ങളുടെ കയ്യിലുണ്ട്, അത് RBI തിരിച്ചു വാങ്ങാനല്ലേ, തിരിച്ചു വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, ജനങ്ങൾക്ക് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, മണി സപ്ലൈ കൂടും, നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ കൂടും. അപ്പോൾ നോക്കിയേ, ഈ പറയുന്ന 6 മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യാറുള്ളത്, റിസർവ് ബാങ്ക് ക്വാണ്ടിറ്റേറ്റീവ് മെഷറുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ നമ്മൾ 6 പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളതാണ് ഈ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ ഒന്നാമതായിട്ട് വരുന്നത് മാർജിൻ റിക്വയർമെന്റ്സ്. മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞ സംഗതി എന്തായാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കുകൾ ലോൺ കൊടുക്കാറുണ്ട്. എന്തൊക്കെ ലോൺ കൊടുക്കാറുണ്ട്, അഗ്രികൾച്ചർ ലോൺ കൊടുക്കാറുണ്ട് അല്ലേ, അഗ്രികൾച്ചർ ലോൺ കൊടുക്കാറുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ വിദ്യാഭ്യാസ വായ്പകൾ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാറുണ്ട്, എഡ്യൂക്കേഷൻ ലോണുകൾ കൊടുക്കാറുണ്ട്, അതുപോലെ ഹൗസ് ലോൺ അല്ലെങ്കിൽ ഹൗസ് ലോൺ കൊടുക്കാറുണ്ട്, ഹോം ലോൺ കൊടുക്കാറുണ്ട്, അതുപോലെ വെഹിക്കിളിന്, ഓക്കെ, വാഹനങ്ങൾ വാങ്ങാനുള്ള ലോൺ കൊടുക്കാറുണ്ട്, പർച്ചേസിന്, അങ്ങനെ ഒരുപാട് ലോണുകൾ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, RBI ഇവിടെ എന്താണ് ഒരു നെസസറി സെക്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെസസറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്യാവശ്യം. ഇപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണിത്, വീട്, അതുപോലെ കൃഷി, വിദ്യാഭ്യാസം, ഇതിനൊക്കെയുള്ള ലോൺ കൊടുത്തതിന് ശേഷം മാത്രം എന്ത് കൊടുത്താൽ മതി, വെഹിക്കിളിലെ ലോൺ കൊടുത്താൽ മതി. അങ്ങനെ RBI നെസസറി സെക്ടർ എന്നും നോൺ എസെൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞിട്ട് എന്താണ് ആളുകളെ ഈ പറയുന്ന ലോണുകളെ തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണേ, ഈ പറഞ്ഞിരിക്കുന്ന RBI എന്ത് ചെയ്യുന്നു, നെസസറി സെക്ടേഴ്സിന്, ഇപ്പോൾ അഗ്രികൾച്ചർ ലോൺ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതല്ലേ, ഹൗസ് ലോൺ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. കാരണം ജീവിക്കാനുള്ള ജോലിയും അതുപോലെ ജീവിക്കാൻ ഒരു വീടും എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ അതിനുള്ള ലോണുകളൊക്കെ പെട്ടെന്ന് കൊടുക്കുക, ബാക്കിയുള്ള ലോണൊക്കെ എന്ത് ചെയ്യുക, പതുക്കെ കൊടുക്കുക. അതിനെയാണ് നമ്മൾ പറയുന്നത് മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഡിസ്കറേജിങ് ഫോർ നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ലക്ഷറി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങും, അതിനുള്ള ലോണല്ല ആദ്യം കൊടുക്കേണ്ടത്, ഒരാൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്താണോ അത് വാങ്ങാനുള്ള ലോൺ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് മാർജിൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, റേഷനിങ് ഓഫ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറഞ്ഞാൽ, റേഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേഷൻ സംവിധാനം എന്താണ്, അളവ് വെച്ച് കൊടുക്കും, ഇത്ര കൊടുത്താൽ മതി നമ്മൾ വീതം വെച്ച് കൊടുക്കല്ലോ. അത് തന്നെയാണ് ഇവിടെ കാര്യം പറഞ്ഞത്. ക്രെഡിറ്റ് ലിമിറ്റ് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ലിമിറ്റ് ലോൺ എടുക്കുന്നതിന് എന്ത് ചെയ്യുന്നു, ലിമിറ്റ് വെക്കുന്നു. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നോക്കണേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റ്സ് എ ക്രെഡിറ്റ് ലിമിറ്റ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ദ ക്വാണ്ടിറ്റി ഓഫ് ക്രെഡിറ്റ് ആക്സസിബിൾ ടു എനി കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ലിമിറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബാങ്കിന് തോന്നിയ പോലെ ആളുകൾക്ക് എത്ര രൂപ വേണമെങ്കിലും ലോൺ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ബാങ്കിന്റെ ക്രെഡിറ്റ് എപ്പോഴും എന്താണ്, ബാങ്കുകളുടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലിമിറ്റഡ് ആണ്. ബാങ്കുകളുടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞപ്പോഴും ലിമിറ്റഡ് ആണ്. അങ്ങനെ ലിമിറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമതായിട്ട് വരുന്നതാണ് മോറൽ സുവേഷൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ RBIയുടെ റെക്കമെൻഡേഷൻസ് ആണ്, നിർദ്ദേശങ്ങൾ. നമ്മൾ ആദ്യം ഉപദേശിക്കല്ലേ ചെയ്യാറില്ലേ, എടാ നിങ്ങൾ അങ്ങനെ ലോൺ കൊടുക്കരുത് കേട്ടോ, ഇങ്ങനെ ലോൺ കൊടുത്താൽ മതി, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ എക്കോണമി തകർന്ന് കൂട്ടെന്ന് പറഞ്ഞിട്ട് RBI ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതിന് പറഞ്ഞവരാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ആർക്ക് ഈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കാണ് കൊടുക്കുന്നത് അല്ലേ. ഇനി അടുത്തത് ഈ പറഞ്ഞ നാലാമത്തെയാണ് പറഞ്ഞത്, ഇതൊക്കെ അനുസരിക്കാതെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവസാനമാണ് നമ്മൾ വടിയെടുക്കാറില്ലേ, ക്ലാസ്സിലെ ടീച്ചർ പോലും അതന്നെ ചെയ്യാറില്ല, അവസാനമാണ് വടിയെടുക്കാറില്ലേ. അതുപോലെ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യും, ഇങ്ങനെ നടപടികളൊന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, RBI പണിഷ്മെന്റ് എടുക്കും. എന്ത് ചെയ്യും, പണിഷ്മെന്റുകൾ എടുക്കും, ഇമ്പോസ് ചെയ്യും, പല കാര്യങ്ങളും ഇമ്പോസ് ചെയ്യും. ഇമ്പോസ് സാങ്ഷൻസ് ഓൺ ബാങ്ക്സ് ആർ നോട്ട് ഫോളോയിങ് ദർ ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് അണ്ടർ മോണിറ്ററി പോളിസി. അതായത് RBI കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും, റിസർവ് ബാങ്കുകൾ പണിഷ്മെന്റ് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ക്വാളിറ്റേറ്റീവ് വരുന്നതും, അതേപോലെ 6 നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ചേർക്കുമ്പോൾ മൊത്തം ചേർത്തിട്ട് നമുക്ക് വരുന്നതിന് 10 എണ്ണം നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ 10 ഐറ്റംസ് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഈ 10 ഐറ്റംസ് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തിട്ട് തന്നെ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടല്ലേ, ഇപ്പം നോക്കിയാൽ ജിംനാസ്റ്റിക് ചെയ്യുന്ന പോലെ നമ്മൾ സിമ്പിളായിട്ട് ഈ കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിച്ചത്, കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന 8 മാർക്ക്, എത്ര മാർക്കാണ്, 8 മാർക്ക് ഇവിടെ നിന്നാണ് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. 8 അല്ലെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഫൈനൽ എക്സാമിന് കൂടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് ഇത് കാണാം. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ സെൽസബിൻ PS സൈനിങ് ഔട്ട് ഫ്രം എജുഗോഡ്. ബൈ.